എന്നിട്ട് പലതവണയായിട്ട് പല ആൾക്കാരും ചോദിച്ചത് എനിക്ക് നാട് വിട്ട് പോയിട്ട് പുറത്തേക്കൊക്കെ പോയിട്ട് വല്ല ജോബോ കാര്യങ്ങളോ എടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങനെ ആയിട്ട് നിന്നോടെ അതായിക്കോട്ടെ എന്നൊക്കെ. പക്ഷേ എങ്കിൽ ഇതൊക്കെ നോക്കിയാട്ടെ, ഞാനന്ന് 2 ദിവസം മുമ്പ് തൃച്ചംബരത്ത് വരുന്നുണ്ട്. അവിടുന്ന് പോയിട്ട് വരുന്ന എനിക്ക് ഒരു 10 മണിക്ക് കയറിയിട്ട് നമ്മൾ കണ്ണൂരിലുള്ള ടൗണിലെ കാവുന്ന് കഴിച്ച ഫുഡാണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൂത്തുപറമ്പിലുള്ള, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-25 കിലോമീറ്റർ മുകളിലൊക്കെ പോകണം. അവിടെ പോയിട്ട് കഴിച്ച ഫുഡാണ്. കിടിലം ഫുഡ്. ക്യൂ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ ഒരു വർഷത്തിന് മുകളിലൊന്നും നാട് വിട്ട് പോയിട്ട് നിന്നിട്ട് ഇതൊക്കെ മിസ് ചെയ്തിട്ടൊന്നും ജീവിക്കണം എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സന്തോഷം നമ്മൾ സ്വന്തം കണ്ടെത്തിയാൽ മതി. അങ്ങനെയാണ് നമുക്ക് നമ്മളെ ജീവിതം തന്നെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ എന്തുണ്ട്, അവരെന്തൊക്കെ വാങ്ങിച്ച് അവരെന്താ ചെയ്യുന്നത്, ഇതൊന്നും നോക്കിയിട്ട് നമ്മൾ ടെൻഷൻ അടി. നമ്മളെ കാര്യം നോക്കി സമാധാനപരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നല്ല സ്വസ്ഥത കിട്ടും. മറ്റുള്ളവരെന്തോ ചെയ്തോട്ടെ. പിന്നെ എൻ്റെ നാട്ടിൽ കുറച്ച് പാവം പിടിച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായി ആൾക്കാരെ. കാരണം അവർക്ക് അവരെ കാര്യം നോക്കാനുള്ള സമയത്തിനെക്കാട്ടും കൂടുതൽ ചിലവഴിക്കേണ്ട മറ്റുള്ളവരെ കാര്യം നോക്കേണ്ടിയിട്ടാ. ആ പാവങ്ങളൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വേഗം നല്ല ഉറക്കം വരാറുണ്ട് കേട്ടോ.